കോളിവുഡിന് ലോകേഷ് കനകരാജും ഒരു LCU ഉണ്ട്. അതുപോലെ മോളിവുഡിന് ആരുണ്ട്? യെസ്, പൃഥ്വിരാജും PIU, പൃഥ്വിരാജ് ഇലുമിനാറ്റി യൂണിവേഴ്സ്. ലോകേഷിനും പൃഥ്വിരാജിനും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ പാറ്റേൺ ആണ് ഫിലിം മേക്കിങ്ങിലുള്ളത്. ലോകേഷ് കനകരാജിന്റെ LCU എന്ന് പറയുന്ന ഒരു ടാഗ് ഒരിക്കലും ലോകേഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒന്നല്ല, ജനങ്ങൾ കൊടുത്തൊരു ടാഗാണ് LCU എന്ന് പറയുന്നത്. അത് തന്നെയാണ് ലോകേഷിന്റെ ഫിലിംസിൽ അപ്ലൈ ചെയ്ത് ഇന്നത്തെ LCU ആയിട്ട് മാറിയിട്ടുള്ളത്. ഇവിടെ മോളിവുഡിലേക്ക് വരുന്ന സമയത്ത് പൃഥ്വിരാജിന് ഇലുമിനാറ്റി എന്നുള്ള ഒരു ടാഗ് കൊടുത്തത് ഒരിക്കലും പൃഥ്വിരാജ് സ്വയമേ ഇട്ടതല്ല. അദ്ദേഹത്തിന്റെ വിഷൻസ് ഓരോന്നായിട്ട് അദ്ദേഹം മുൻകൂട്ടി പറയുകയും ആ ഒരു വിഷൻസിന് വേണ്ടി എഫേർട്ട് എടുത്ത് അതിനെ എല്ലാം സക്സസ്ഫുൾ ആക്കുകയും ചെയ്തപ്പോൾ നമ്മൾ ജനങ്ങളായിട്ട് കൊടുത്തൊരു ടാഗാണ് ഇലുമിനാറ്റി എന്നുള്ളത്. ഇലുമിനാറ്റി എന്നുള്ള ടാഗിനെ അദ്ദേഹത്തിന്റെ ആദ്യ ഫിലിമായ ലൂസിഫറിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നു. കഴിഞ്ഞ 2 വീഡിയോസ് നമ്മൾ LCUനെ കുറിച്ചല്ലേ ചെയ്തത്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ മോളിവുഡിനെ കുറിച്ച് തന്നെ ചെയ്യാം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അൻഷാദ് നിസാർ. ഇൻസൈഡ് ദ സീക്രറ്റ്സ് ഓഫ് PIU. PIUനെ നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിൽ 3 ഭാഗവും എക്സ്പ്ലോർ ചെയ്ത് വരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള 2 വീഡിയോസ് ഉണ്ട്. ഒന്ന് സിനിഫോണ, 2 തീമാറ്റിക് പ്രോപ്സ്. ഈ പറയുന്ന കാര്യങ്ങളും പൃഥ്വിരാജിൻ്റെ ഈ പറയുന്ന 3 ഫിലിംസിൽ 2 ഫിലിംസ് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. ഈ 2 ഫിലിംസിലും യൂസ് ചെയ്തിട്ടുണ്ട്. PIUവിൻ്റെ ആദ്യ എലമെൻറ്റിലേക്ക് പോവാം. അൾട്ടർ ഈഗോ ഇൻ PIU. അൾട്ടർ ഈഗോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ലോകേഷിൻ്റെ ഫിലിംസിൽ, അതായത് ലിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലോകേഷ് അത് കാണിച്ചിട്ടുള്ളതാണ്. ഒരു ക്യാരക്ടറിൻ്റെ 2 സ്വഭാവം, അതല്ലെങ്കിൽ 2 മേക്ക് ഓവറാണ് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അൾട്ടർ ഈഗോ എന്ന് പറയുന്നത്. ആ ഒരു അൾട്ടർ ഈഗോ എന്ന് പറയുന്നത് വളരെ വിസിബിളായിട്ട് തന്നെ ലൂസിഫറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലൂസിഫർ നമ്മൾ ഫസ്റ്റ് കാണുന്ന സമയത്ത്, ആദ്യമായി കാണുന്ന സമയത്ത് ലൂസിഫറിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് അൾട്ടർ ഈഗോ ഉണ്ട് എന്നുള്ള ഇത് മനസ്സിലാവുള്ളൂ. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയും ഖുറൈഷി അബ്രഹാം, ഈ 2 ക്യാരക്ടേഴ്സാണ് അൾട്ടർ ഈഗോ എന്ന് പറയുന്നത്. ലിയോയിനകത്ത് പാർത്ഥിപൻ എന്ന ക്യാരക്ടറായിട്ട് നമുക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയെ കമ്പയർ ചെയ്യാം. ലിയോ എന്ന ക്യാരക്ടറായിട്ട് ഖുറൈഷി അബ്രഹാമിനെ നമുക്ക് കമ്പയർ ചെയ്യാം. ഈ 2 ക്യാരക്ടറും തമ്മിലൊരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ലിയോ സിനിമ ഇറങ്ങിയ സമയത്ത് അതിൽ ഫ്ലാഷ് ബാക്കിലുള്ള ആ ഒരു ലിയോ എന്ന ക്യാരക്ടറിനെ അധികം അത്രയ്ക്ക് ആൾക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാർത്ഥിപൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെയാണ്. എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് ഖുറൈഷി എന്ന ക്യാരക്ടറിനേക്കാൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടറാണ്. ആ ഒരു അൾട്ടർ ഈഗോ റെഫറൻസ് വളരെ വിസിബിളായിട്ട് തന്നെ നമ്മളെ പൃഥ്വിരാജ് ലൂസിഫറിലും എമ്പുരാനിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഖുറൈഷി അബ്രഹാം എന്നുള്ള ആ ഒരു ക്യാരക്ടറും അടുത്ത സ്പ്ലിറ്റായി പോകുമെന്നുള്ളത് അസ്രായിൽ വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കോളിവുഡിൽ ലോകേഷ് കനകരാജ് ഒരു ഫിലിമിനെ ഏതൊക്കെ രീതിയിലാണ് വളരെ യുണീക്കായിട്ട് അതിൻ്റെ ബിഹൈൻഡിലെ ഡീറ്റെയിലിംഗ് ഒക്കെ ആഡ് ചെയ്ത് ചെയ്യുന്നത്, അതേ മെത്തേഡിൽ ക്യൂരിയോസിറ്റിയും ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസും ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മളെ മോളിവുഡിൽ ഫിലിം ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് പൃഥ്വിരാജ് സുകുമാരൻ. ഇവർ 2 പേരും സെയിം റൂളുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഡിഫറെൻറ്റ് വഴികളിലൂടെയാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. 2 പേർക്കും സ്വന്തമായിട്ടൊരു സിഗ്നേച്ചർ സ്റ്റൈലും ഉണ്ട്. PIUവിൻ്റെ 2ാമത്തെ എലമെൻറ്റ് ഹിഡൻ ലീഡേഴ്സ് ഇൻ PIU. ലോകേഷ് ഫിലിമുകളിലും ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ റോളക്സ്, ഓരോ ക്യാരക്ടേഴ്സ്, ബെൻസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇൻട്രൊഡ്യൂസ് ആവുന്നതുമുണ്ട്. അതുപോലെ നമ്മളെ പൃഥ്വിരാജിൻ്റെ യൂണിവേഴ്സിലും ഒരുപാട് ക്യാരക്ടേഴ്സുകൾ ഹിഡൻ ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊന്നും റിവീൽ ആയിട്ടുമില്ല. പക്ഷേ ഓൾറെഡി റിവീൽ ആയിട്ടുള്ള കുറച്ച് ലീഡേഴ്സിനെ, ഹിഡൻ ലീഡേഴ്സിനെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ലൂസിഫർ ഫിലിമിൽ നോക്കാം. ആദ്യം തന്നെ മോഹൻലാൽ, സ്റ്റീഫൻ നെടുമ്പള്ളി, ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ലീഡറാണ്. അവർക്ക് താഴെയായിട്ട് ഒരുപാട് അണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ ലീഡർ എന്ന് പറയുന്നത് PKR എന്ന് പറയുന്നത് ഒരു പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ലീഡറാണ്, അതായത് റൂളറാണ്. നമ്മളുടെ ഇലുമിനാറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹിഡൻ സൊസൈറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു കൂട്ടം സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു ലീഡർ എന്നുള്ളത് ഇലുമിനാറ്റി എന്നതിനെ റെഫറൻസ് ചെയ്യും. ആ ഒരു കാര്യമാണ് പൃഥ്വിരാജ് ഈ ഒരു ഫിലിമിൻ്റെ ഒരു കോറായിട്ട്, അതായത് അടിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കോർ ബേസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ടാഗാണ് പൃഥ്വിരാജ് ലൂസിഫറിലും എമ്പുരാനിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അസ്രായിൽ വരുന്ന സമയത്തും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതേ മെത്തേഡ് തന്നെയാണ് അവിടെയും യൂസ് ചെയ്യാൻ പോകുന്നത്. ഖുറൈഷി അബ്രഹാം എന്ന് പറയുന്ന ഒരു വലിയ സിൻഡിക്കേറ്റിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു മാനേജർ, അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന അത്രയും വലിയൊരു മറ്റ് ഗ്യാങ്സിനെ അത്രയും ഡീൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു ലീഡർ പൊസിഷനാണ് പൃഥ്വിരാജ് തന്നെ ചെയ്തിട്ടുള്ള സെയ്ദ് മസൂദ് എന്ന ക്യാരക്ടർ. അപ്പോൾ അതും ഒരു ലീഡർഷിപ്പാണ് അവിടെയും കാണിക്കുന്നത്. സെക്കൻഡ്, എമ്പുരാൻ ഫിലിമിനകത്തുള്ള ഹിഡൻ ലീഡേഴ്സിനെ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ അൾട്ടർ ഈഗോ ഖുറൈഷി അബ്രഹാം, സെക്കൻഡ് സെയ്ദ് മസൂദ്. ഇത് 2 നമ്മൾ ഓൾറെഡി പറഞ്ഞു. 3ാമത്
വരുന്നത് ബോറിസ് ഒളിവർ. ആ ഒരു ഫിലിമിൻ്റെ അകത്ത് കമാൻഡിങ് ആയിട്ട് ചെയ്യുന്ന ഒരു ടീമിനെ മാനേജ് ചെയ്യുന്ന ക്യാരക്ടറായിട്ടാണ് ബോറിസ് ഒളിവർ എന്ന് പറഞ്ഞ ആ ഒരു ലീഡർ വരുന്നത്. പിന്നെ വരുന്നത് കബൂക. അതും പറയേണ്ട ആവശ്യമില്ലല്ലോ, അതും ഒരു ലീഡറാണ്. നമുക്ക് ക്ലൈമാക്സ് ഒരു ലീഡറേയും കൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, റിക്യൂൺ ഷെങ് ലോങ് ഷൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അതെന്താണ് ആ ക്യാരക്ടർ എന്നോ അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. പക്ഷേ അതൊരു ലീഡറാണ്. ലീഡർഷിപ്പ് അതല്ലെങ്കിൽ റൂളർ എന്ന് പറയുന്ന മെയിൻ ഒരു ഇലുമിനാറ്റിയുടെ ആ ഒരു കോൺസെപ്റ്റിനെയാണ് പൃഥ്വിരാജ് എടുത്തിട്ട് ഫിലിംസിനകത്ത് വളരെ വിസിബിളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് അത്രത്തോളം ഡീകോഡിംഗ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിസിബിളായിട്ടാണ് പൃഥ്വിരാജ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലോകേഷ് ചെയ്യുന്നത് വളരെ ഹിഡൻ ആയിട്ടുമാണ്. ലൂസിഫറിലും എമ്പുരാനിലും യൂസ് ചെയ്തിരിക്കുന്ന കോമൺ ഇലുമിനാറ്റി കോൺസെപ്റ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് അതല്ലെങ്കിൽ റൂളർ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ കോൺസെപ്റ്റിനെയാണ് പൃഥ്വിരാജ് എടുത്ത ഫിലിമിൽ എല്ലാ ഫിലിംസിലും ഇതുവരെ ഇറങ്ങിയിട്ടുള്ള 2 ഫിലിംസിലും യൂസ് ചെയ്തിരിക്കുന്നത്. LCUലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു ഗുഡ് ടീമും അതുപോലെ തന്നെ ഒരു ബാഡ് ടീമും തമ്മിലുള്ള ഫൈറ്റാണ് വരുന്നത്. അതായത് ഒരു നെക്കോട്ടിക്സും അങ്ങനത്തെ ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്ന ഒരു ടീമിനെ അതിൽ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന മറ്റൊരു ടീം, ഒരു നല്ലൊരു ടീം, അതാണ് കമൽഹാസൻ്റെ വിക്രം ടീം. അങ്ങനെ ആ ഒരു ടീമിൽ 2 പേരും കൂടെ ഉള്ള ഫൈറ്റാണ് ആ ഒരു ഏകദേശം ഫുൾ സിനിമയുടെ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. PIUവിൻ്റെ മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് സിംബോളിസം ഇൻ PIU. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ 2 LCU വീഡിയോയിലും ചെയ്തതാണ്. പക്ഷേ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് പൃഥ്വിരാജ് അത് യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ്. ആദ്യത്തെ സിംബോളിസം എന്ന് പറയുന്നത് ലൂസിഫറിലും എമ്പുരാനിലും കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡീകോഡ് ചെയ്ത വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം നമ്മുടെ ഇലുമിനാറ്റി റെഫറൻസ്, അതായത് ആ ട്രയാങ്കിളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഹിഡൻ സ്റ്റോറീസ് ഉള്ള സിംബൽസുകൾ, ഒരുപാട് ഇന്നർ മീനിങ്സ് ഉള്ള സിംബൽസുകളാണ് ഇവിടെ പൃഥ്വിരാജ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഓരോ ടൈറ്റിൽ കാർഡിലും അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഈ ഒരു ലൂസിഫറിലും എമ്പുരാനിലും യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ ഓൾറെഡി ഓരോ യൂട്യൂബേഴ്സൊക്കെ എടുത്ത് ഡീകോഡൊക്കെ ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ സിംബോൾസ് എന്ന് പറയുന്നത് സിനിഫോണ എന്നുള്ള ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ എന്തായാലും എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം. ലൂസിഫർ സിനിമയിലകത്ത് സിനിഫോണ എന്ന് പറയുന്നത് ആ ഒരു ക്ലൈമാക്സോട് അടുക്കുന്ന സമയത്ത് ഒരു മൂങ്ങയാണ് സിനിഫോണയായിട്ട് ലൂസിഫർ സിനിമയിലകത്ത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എമ്പുരാനിലെ സിനിഫോണ എന്ന് പറയുന്നത് ഡ്രാഗനാണ്. ഓൾറെഡി റിക്യൂവിൻ്റെ ക്യാരക്ടറിനെ റിവീൽ ചെയ്യാൻ നേരത്ത് അവർ ആ ഒരു സാധനം ഡ്രാഗൻ വെച്ചിട്ടാണ് അവർ അത്രയും മാർക്കറ്റ് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, അത് ഞാൻ സിനിഫോണയിൽ പറഞ്ഞിട്ടുണ്ട്. PIUവിലെ മൂന്നാമത്തെ സിംബോളിസമാണ് തീമാറ്റിക് പ്രോപ്സ്. അതാണ് നമ്മൾ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള വീഡിയോ. ആ വീഡിയോ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ എൻ്റെ സ്ക്രീനിൽ കാണിച്ചേക്കാം. ലൂസിഫർ സിനിമയിലകത്തുള്ള തീമാറ്റിക് പ്രോപ്സ് എന്ന് പറയുന്നത് ആ ഒരു ബ്ലാക്ക് അംബാസിഡർ കാറാണ്. നമ്മൾ എമ്പുരാനിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന തീമാറ്റിക് പ്രോപ്സ് എന്ന് പറയുന്നത് അവർ ബിൽഡ് ചെയ്ത് കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്ത് ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഹെലികോപ്റ്ററാണ് നമ്മളെ എമ്പുരാനിലെ തീമാറ്റിക് പ്രോപ്സ് എന്ന് പറയുന്നത്. ഇനിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡീകോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് ഇലുമിനാറ്റി യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഹൈഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്നതല്ല. കോളിവുഡിലെ ലോകേഷ് കനകരാജ് യൂസ് ചെയ്യുന്ന ഒരുപാട് ടെക്നിക്സുകളുണ്ട്. അത് നമ്മൾ ഓരോന്നായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ ടെക്നിക്സുകൾ പല ഡിഫറെൻറ്റ് സ്റ്റൈലിൽ സ്വന്തം സിഗ്നേച്ചർ ആഡ് ചെയ്തുകൊണ്ട് പൃഥ്വിരാജ് മലയാളത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഒരുപാട് ബ്രില്യൻ ഡയറക്ടേഴ്സ് ഉണ്ട്. അവർ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കില്ല, ഒന്നെങ്കിൽ അവരത് തുറന്ന് പറയുകയും ചെയ്യും. പക്ഷേ പൃഥ്വിരാജ് സുകുമാരൻ അങ്ങനെയല്ല. പൃഥ്വിരാജ് നല്ലതുപോലെ മാർക്കറ്റ് ചെയ്യാനും അറിയാം, അതിനകത്ത് ഒളിപ്പിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ ഒളിപ്പിച്ച് തന്നെ വെക്കണമെന്നും അറിയാം. ഒരു ബ്രില്യൻ ഡയറക്ടറാണ് പൃഥ്വിരാജ്. അപ്പോൾ ഏകദേശം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മലയാളത്തിലൊരു ഡയറക്ടറും തമിഴിലൊരു ഡയറക്ടറും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഇവർ 2 പേരെയാണ് എൻ്റെ POVയിൽ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് കൂടി അടിച്ചേക്കുക. ഞാൻ പറഞ്ഞ തീമാറ്റിക് പ്രോപ്സിൻ്റെ വീഡിയോ ഇതാണ്, സിനിഫോണയുടെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഏതാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് നിങ്ങൾ എന്നെ ചെക്ക് ചെയ്ത് കാണുക. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ളൊരു മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.